നമസ്തേ. ആദിത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ, എല്ലാവരും കണ്ടിട്ട് വളരെ നാളായി. നേരത്തെ ഞാൻ നിങ്ങളെ 1-2 ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുത്താം, വീട്ടുമുറ്റത്ത് വയ്ക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ഒരെണ്ണം ചെയ്തു, അല്പം തിരക്കായിപ്പോയി. ഇനി നമുക്ക് അടുത്തത് തുടങ്ങാം പതിയെ അല്ലേ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു സാധനമാണ്. ഇതാണ് ഈ സാധനം. നമ്മൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പലരും ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇതാണ് ചങ്ങലം വരണ്ട എന്ന് പറയുന്ന സാധനം. ഈ ചങ്ങലം വരണ്ട എന്തിനാ ഉപയോഗിക്കുന്നറിയോ? ഇവിടെ തണ്ട് കണ്ടോ? ഒരു പ്രത്യേക ചതുര ആകൃതിയിലുള്ള തണ്ടുകളാണ്. തണ്ടുകളിൽ ചെറിയ ഇലകളാണ്. വള്ളിയായി പടർന്ന് ധാരാളം ഉണ്ടാവും. നമ്മളൊരു ചെറിയ ഒരു മുഴം തണ്ട് കൊണ്ട് വെച്ചാൽ മതി. നല്ലവണ്ണം പടർന്നു വരുന്ന സാധനമാണ് ചങ്ങലം വരണ്ട. എന്തിനാണ് ഉപയോഗിക്കുന്നറിയാമോ? ഒടുവ്, ചതവ് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഔഷധമായി ഉപയോഗിക്കുന്ന സാധനമാണ് ചങ്ങലം വരണ്ട. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചങ്ങലം വരണ്ട ഉപയോഗിക്കും. എൻ്റെ അച്ഛനൊക്കെ കൊച്ചുനാളിൽ ഞാൻ ചങ്ങലം വരണ്ട പരിചയപ്പെട്ടത് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇന്ന് നമ്മൾ ചമ്മന്തി മാർക്കറ്റിൽ നിന്ന് പാക്കറ്റ് വാങ്ങുകയാണ് ചെയ്യുന്നതല്ലേ, അതിനകത്ത് ചങ്ങലം വരണ്ടയൊന്നുമില്ല. അപ്പോൾ ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അതിലുപരി നമുക്ക് നടുവേദനയ്ക്ക് ഏറ്റവും നല്ല ഔഷധമാണ്. ഇത് തണ്ട് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത്, ഇത് മൊത്തം സമൂലം ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത്, അതിൻ്റെ വേരെന്ന് പറയുന്നത് ചെറിയ തേരുകളാണ്. അപ്പോൾ ഇത് സമൂലം എടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് നീര് എടുത്ത് നമുക്ക് എണ്ണ കാച്ചി നടുവേദനയ്ക്ക് ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദമാണ്. അപ്പം ചങ്ങലം വരണ്ട നമ്മുടെ വീട്ടിൽ വളരെ ചെറിയൊരു തണ്ട് കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഇതായിട്ട് ഭംഗിയായിട്ട് വീടിന് അലങ്കാരമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അത് നല്ല ഷേപ്പിൽ ആർച്ച് രൂപത്തിലൊക്കെ. ഞാനിത് വെറുതെ 2 കമ്പുകൾ നാട്ടി ചങ്ങലം വരണ്ട നാട്ടതാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാം. ഇതിൻ്റെ തണ്ട്, ഇതിന് ചെറിയൊരു പൂ കണ്ടോ? ഇതാണ് ഇതിൻ്റെ പൂവ്. ചെറിയൊരു പൂക്കൊക്കെ ഉണ്ടാവും ചങ്ങലം വരണ്ടയ്ക്ക്. ഇങ്ങനെ തണ്ടുകളാണ് ഉണ്ടാവും. ഈ തണ്ടുകൾ ശാഖകളായിട്ട് ഇങ്ങനെ വളരെയേറെ ശാഖകൾ തിരിഞ്ഞ് പോകുന്നതാണ് ചങ്ങലം വരണ്ട. ഇതാണ് ചങ്ങലം വരണ്ട. ഇതിൻ്റെ കൂടെ മറ്റു 1-2 സാധനങ്ങൾ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്കത് ശരിക്കും കാണാൻ പറ്റത്തില്ലായിരിക്കാം. ഇതുണ്ടോ? ഇതാണ് ചങ്ങലം വരണ്ട എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഒരു കഷ്ണം വെച്ച് പിടിപ്പിച്ചാൽ നമ്മൾക്ക് വളരെയേറെ ഉപയോഗപ്രദമുള്ളതാണ്. നടുവേദനയ്ക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് തനിയെ ചെയ്യാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് വൈദ്യന്മാരുടെ ഒന്നും സഹായം ഇല്ലെങ്കിലും ആയുർവേദ ഡോക്ടർമാർ ഉപദേശിച്ചില്ല എന്ന് പറഞ്ഞ് ഇതിലൊരു ചെറിയ കഷ്ണം ഇടിച്ച് പിഴിഞ്ഞ് നീര്, അതുപോലെ തലമുടി ഉണ്ടാകാൻ, മുടി പൊഴിച്ചിലിന് അത് ഉപയോഗിക്കും. അതിനുവേണ്ടി നമുക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നടുവേദനയുള്ളവർ ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് സ്വല്പം ഒരു തുടം വെളിച്ചെണ്ണയ്ക്കകത്ത് വെറുതെ കാച്ചി നടുവിന് പുരട്ടിയാൽ പോലും നടുവേദന ശമിക്കുന്നതാണ്. വാതസംബന്ധമായിട്ടുള്ളതും അസ്ഥിയുടെ കേടുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നടുവേദനയ്ക്ക് നല്ല ഔഷധമാണ്. അച്ഛനിങ്ങനെ കുഞ്ഞുനാളി മുതലേ പറഞ്ഞു തന്നു. ഞങ്ങളുടെ വീട് ധാരാളം ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് നശിച്ചു പോയിരുന്നതാണ്. ഇപ്പോൾ ചങ്ങലം വരണ്ട ഞാൻ വീണ്ടും വെച്ച് പിടിപ്പിച്ച് ഞങ്ങളുടെ വീട്ടിൽ. നിങ്ങളും ഓരോരുത്തരും ചങ്ങലം വരണ്ട വെച്ച് പിടിപ്പിക്കാൻ തയ്യാറാവത്തില്ലേ? ഇതാണ് ചങ്ങലം വരണ്ട എന്ന് പറയുന്ന ഔഷധ സസ്യം. കണ്ടു എല്ലാവരും? ഓക്കെ. അടുത്ത നിങ്ങളെ അന്ന് ഞാൻ നീലാവരിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഔഷധം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നല്ലേ, അടുത്ത ദിവസം അത് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ. ഇന്ന് നിങ്ങൾക്ക് സസ്പെൻസിന് മറ്റൊരു പൂ നിങ്ങളെ ഞാൻ കാണിക്കാം. ഒരു ചെടി. ഇതാണ് മറ്റൊരു ഔഷധ സസ്യമാണ്. നിങ്ങളെല്ലാവരും ധാരാളം കണ്ടിട്ടുള്ളതാണ്. വഴി സൈഡിലും ഒക്കെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നല്ല നീല പൂക്കൾ, വയലറ്റ് നിറത്തിലുള്ള പൂക്കളുണ്ട്. നല്ല വയലറ്റ് ആണ്. അതുകൂടാതെ ഇതുകൊണ്ട് അവയിൽ കായ്കളും ഇതുപോലെ അരികളും ഉണ്ടാകുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നോക്കിയാൽ, നിങ്ങളുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊടിയിലോ റോഡ് സൈഡിലോ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന്. ചട്ടിയിൽ ചെടിയായിട്ട് നമുക്കിത് വെച്ച് പിടിപ്പിക്കാം, കാരണം ധാരാളം പൂക്കളുണ്ടാവും. അപ്പം ഇത് എന്ത് ഔഷധമാണെന്ന് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ അടുത്ത ദിവസം നമുക്ക് പറയാം. ഓക്കെ. ബൈ.